ഇറാൻ പ്രചാരണങ്ങൾ ഫലിക്കുന്നില്ല. തോന്നിയത് തോന്നിയ പോലെ ചെയ്യുക, അതിന് വ്യാജ ന്യായീകരണം പിന്നാലെ ഇറക്കുക. മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഇസ്രായേൽ US സാമ്രാജ്യത്വം ചെയ്യുന്ന നെറികേടിനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. 2 സംഭവങ്ങൾ കൂടി പറയേണ്ടതുണ്ട്: ഖാംനഈ വധവും സ്കൂൾ കൂട്ടക്കൊലയും. ഇറാൻ പരമോന്നത നേതാവ് സയ്യിദ് അലി ഖാംനഈ ഫെബ്രുവരി 28-ന് US ഇസ്രായേലി ബോംബിങ്ങിൽ രക്തസാക്ഷിയായി. നേതാവിനെ വധിച്ചാൽ രാജ്യം കീഴടങ്ങുമെന്ന് അവർ കണക്ക് കൂട്ടിയെങ്കിൽ തെറ്റി. ഇറാൻ പകരം സംവിധാനങ്ങളും ഒട്ടും കുറയാത്ത യുദ്ധവീര്യവുമായി ചെറുത്തുനിൽപ്പ് തുടരുന്നു. എങ്കിലും പ്രോപ്പഗാൻഡ യുദ്ധത്തിൽ, മനഃശാസ്ത്ര യുദ്ധത്തിൽ ഇത് മുതലെടുക്കാമെന്ന് US പക്ഷം കണക്ക് കൂട്ടി. അങ്ങനെ വന്നു സ്തുതി വാർത്ത. വിസ്മയകരമായ കൃത്യതയോടെയാണത്രേ ഈ കൃത്യം ചെയ്തത്. ഖാംനഈ വധം ഇറാൻകാരെ കൂടുതൽ കരുത്തരും ദൃഢചിത്തരുമാക്കിയെന്ന് തുടർന്നുള്ള സംഭവങ്ങൾ കാണിക്കുന്നു. എന്നാൽ US ഇസ്രായേലി പ്ലാനിങ്ങിൻ്റെ കൃത്യതയും സൂക്ഷ്മതയും അംഗീകരിക്കേണ്ടതല്ലേ എന്ന ചോദ്യമുണ്ട്. ഇറാനകത്ത് മൊസാദ് ഏജന്റുമാരെ വെക്കുന്നതിൽ ഇസ്രായേൽ വിജയിച്ചിരുന്നു എന്നത് നേരാണ്. ടെക്നോളജിയുടെ മികവിലും ചാരപ്പണിയിലും ഇസ്രായേലിന് മുൻനിരയിൽ തന്നെയാണ് സ്ഥാനം. പക്ഷേ ഖാംനഈയെ വധിച്ചതിലെ കൃത്യതയുടെ ക്രെഡിറ്റ് മാധ്യമങ്ങൾ ഇസ്രായേലിൻ്റെ പ്ലാനിങ്ങിന് കൊടുത്തത് ശരിയാണോ? ഖാംനഈ കൊല്ലപ്പെട്ടു എന്ന വാർത്തക്കൊപ്പം ഉപറിപ്പോർട്ടായി ആസൂത്രണത്തിൻ്റെ കൃത്യതയെ പ്രശംസിക്കുന്ന വർണ്ണനയും ഉണ്ടായിരുന്നു. രഹസ്യ നിരീക്ഷണത്തിൻ്റെ ബഹുമതി അമേരിക്കക്കും വധം പ്ലാൻ ചെയ്തതിൻ്റെ ക്രെഡിറ്റ് ഇസ്രായേലിനും പകുത്തു നൽകിയാണ് റിപ്പോർട്ട്. അതിലിങ്ങനെ പറഞ്ഞു: ഇസ്രായേൽ ഖാംനഈയെ വധിച്ചത് മാസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിൽ. തെഹ്റാനിൽ ഉന്നതർ യോഗം ചേരുന്ന വിവരം സമർത്ഥമായി ഇസ്രായേൽ ചോർത്തി. ഈ വിവരം ന്യൂയോർക്ക് ടൈംസും വാൾ സ്ട്രീറ്റ് ജേണലുമാണ് പരത്തിയത്. ചാരന്മാർ കുറെക്കാലമായി ഈ അവസരത്തിന് കാത്തുനിൽപ്പായിരുന്നത്രേ. ഇറാൻ അങ്ങോട്ട് ആക്രമിക്കാൻ പോകുന്നു എന്ന വിവരവും വ്യാജ വിവരം അവർ നൽകിയത്രേ. ഒത്തുതീർപ്പ് ചർച്ചയ്ക്കിടയിൽ ശത്രു ആക്രമിക്കില്ല എന്ന് ഖാംനഈ കരുതിയത്രേ. ആ വലയിൽ അദ്ദേഹം വീഴുകയായിരുന്നു എന്നാണ് പ്രചാരണം. വാസ്തവം അതല്ലെന്ന് ഇറാനിൽ നിന്നുള്ള വാർത്തകൾ പറയുന്നു. ഏത് സമയവും US ഇസ്രായേൽ ആക്രമണം വരാമെന്നും താൻ കൊല്ലപ്പെടാമെന്നും ഖാംനഈ പ്രതീക്ഷിച്ചിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം ഓഫീസിലെത്തും. സുരക്ഷാ ഉദ്യോഗസ്ഥർ മാറാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇറാനിലെ 9 കോടി ജനങ്ങൾക്കും ഇതേ സുരക്ഷ കിട്ടുമോ? എങ്കിൽ ഞാൻ മാറാം എന്ന്. Yes, actually Ayatollah Khamenei was in his office every day, and several times the security asked him to move from his office to another city, and he refused. He said, if you could move 90 million Iranians to another city, I will move after 90 million. Actually, obviously they cannot do that. They asked him, we will provide you some basement to be safe for you. Said, if you could provide and build basement for all Iranian, yes, I'm ready also to be after 90 million. Actually, they couldn't do that for all Iranians, so he remained in his office, in his house. ഒരു രഹസ്യാന്വേഷണ മികവും ഒരു ആസൂത്രണ കൃത്യതയും ഖാംനഈ വധത്തിൽ അവകാശപ്പെടാനില്ല എന്നർത്ഥം. ഇതേപോലെ ഗേൾസ് എലിമെൻ്ററി സ്കൂളിൽ ബോംബിട്ട് 190ഓളം കുട്ടികളെയും അധ്യാപകരെയും കൂട്ടക്കൊല ചെയ്ത സംഭവത്തിൽ മുഖം രക്ഷിക്കാൻ മാധ്യമങ്ങളിലൂടെ നടത്തിയ ശ്രമവും പാളി. സ്കൂളിൽ പഠനം നടക്കുമ്പോഴാണ് ബോംബ് വീണത്. ഉടനെ മാധ്യമങ്ങൾ സ്പിൻ തുടങ്ങി. ആദ്യം അത് ഇറാന്റെ ആരോപണമായിട്ടാണ് വന്നത്. തെളിവുകൾ വന്നതോടെ ന്യായീകരണത്തിലായി നോട്ടം. ന്യൂയോർക്ക് ടൈംസ് സംഭവം വിശകലനം ചെയ്തത്രേ. കുറച്ച് ദൂരെയുള്ള ഇറാന്റെ നാവിക താവളം ആക്രമിക്കുമ്പോൾ പറ്റിയതാകാമെന്ന്, അബദ്ധം പറ്റിയതെന്ന് വ്യംഗ്യം. സൈനിക കേന്ദ്രവും സ്കൂളും കാണിക്കുന്ന ഉപഗ്രഹ പടവും ചേർത്തു. എന്നാൽ ആക്രമിച്ചത് സൈനിക കേന്ദ്രത്തെ മാത്രമാണെന്ന ന്യായം സ്വീകാര്യമാണോ? സ്കൂൾ കുറച്ച് അപ്പുറത്തുണ്ടെന്നും അത് പ്രവർത്തിക്കുന്ന സമയമാണെന്നും അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ആക്രമണം നടത്താമോ? ഇത് യുദ്ധക്കുറ്റമല്ലേ? തുടങ്ങിയ ചോദ്യങ്ങൾ പത്രങ്ങൾ ചോദിച്ചില്ല. റോയിറ്റേഴ്സും അമേരിക്കയുടെ ഉത്തരവാദിത്തം ചൂണ്ടിക്കാട്ടിയതല്ലാതെ ചോദ്യമുന്നയിച്ചില്ല. BBC തലക്കെട്ടിൽ തന്നെ സ്കൂളിനെയും സൈനിക താവളത്തെയും ചേർത്ത് വെച്ച് സമർത്ഥമായി ന്യായീകരണം ചമച്ചു. ന്യൂയോർക്ക് ടൈംസ് ഉപഗ്രഹ ചിത്രം കാട്ടി സ്കൂളിന് ബോംബിടാൻ ഉദ്ദേശിച്ചില്ല എന്ന് തീർപ്പ് കൽപ്പിച്ചു. അതിനിടെ
ഗസയിലെ ആശുപത്രികൾക്ക് ഇസ്രായേൽ ബോംബിട്ടപ്പോഴെന്ന പോലെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം തുടങ്ങി സ്കൂളിന് ബോംബിട്ടത് പുറത്തുനിന്നല്ല എന്ന്, ഇറാൻ്റെ തന്നെ മിസൈൽ ലക്ഷ്യം തെറ്റി വീണതാണെന്ന്. ഈ വാദം മുൻപ് ഗസയിൽ പ്രയോഗിച്ച് ചീറ്റിപ്പോയതാണ്. എന്നിട്ടും അവർ ശ്രമിച്ചു നോക്കുന്നു. അൽ ജസീറ ഉപഗ്രഹ ചിത്രങ്ങളും മറ്റു രേഖകളും വിശകലനം ചെയ്ത് നടത്തിയ ശാസ്ത്രീയ പഠനം കുറെക്കൂടി ഗൗരവമുള്ള കണ്ടെത്തലിലാണ് അവസാനിച്ചത്. സൈനിക താവളത്തിനടുത്തായതിനാൽ അബദ്ധം പിണഞ്ഞതല്ലെന്നും സ്കൂളിനെ ലക്ഷ്യമിട്ട് മിസൈൽ വിക്ഷേപിച്ചിരിക്കാമെന്നും ആണ് അത് മനഃപൂർവ്വം ചെയ്തത്. 10 വർഷത്തെ ഉപഗ്രഹ ചിത്രങ്ങളും ഇപ്പോഴത്തെ വീഡിയോ ദൃശ്യങ്ങളും വാർത്തകളും ഔദ്യോഗിക പ്രസ്താവനകളും എല്ലാം ചേർത്തായിരുന്നു അന്വേഷണം. വിദഗ്ധരുടെ സേവനം അതിന് ഉപയോഗപ്പെടുത്തി. കഴിഞ്ഞ വർഷങ്ങളിൽ സ്കൂൾ സൈനിക താവള വളപ്പിൽ നിന്ന് പാടെ വേർപെടുത്തപ്പെട്ടതാണ്. സ്കൂളിൻ്റെ സിവിലിയൻ പദവി സംരക്ഷിക്കാനും സൈനിക വളപ്പുമായി അകലം പുലർത്താനും ശ്രദ്ധിച്ചിരുന്നു. അബദ്ധവശാലല്ല ഇവിടെ ബോംബിട്ടത്. സംഭവ സ്ഥലത്തെ അവശിഷ്ടങ്ങളും ഒന്നിലേറെ തവണ ബോംബ് വീണതായി സ്ഥിരീകരിക്കുന്നു. പറഞ്ഞതെല്ലാം നുണയായിരുന്നു. പ്രചാരണം ആയുധമാകുമ്പോൾ വസ്തുതാന്വേഷണം ചെറുത്തുനിൽപ്പാകും. ഖാംനെയി വധത്തിലും സ്കൂൾ ബോംബിങ്ങിലും US ഇസ്രായേലി പ്രചാരണങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും mediascan@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് Media One വെബ്സൈറ്റ് സന്ദർശിക്കുക.